നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് നോക്കാം. നമ്മൾ മൂവിങ് ഓൺ നോക്കിയിട്ട് കുറേ നാളായല്ലേ? നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്താണ്? നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും നോക്കുന്നത് എന്തിനാ? എനർജി ചേഞ്ചസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പുതിയ ആൾക്കാരെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ എനർജി കണക്റ്റ് ആവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഓർക്കുക, ഇത് ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്, നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അപ്പോൾ ഇത് ഒരു ഫൈനൽ ആൻസർ ആണ് എന്ന് വിചാരിച്ച് ടെൻഷൻ ആവുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ന്യൂട്രലായിട്ട് നിന്ന് മാത്രം വീഡിയോ കാണുക. ഓക്കെ, ഒരു ജനറൽ ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷനൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ ആവരുത്, അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ ഇന്നലെ വന്ന ഒരു കമൻറ്റ് ഏതൊരു വീഡിയോയിൽ കേട്ടോ, ഞാനത് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഒരിക്കലും ഒരു റീഡിങ് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതെങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുക? എനിക്ക് എൻ്റെ കയ്യിൽ എന്ത് കാർഡാണ് കിട്ടുകയെന്ന് എനിക്ക് നേരത്തെ അറിയാൻ സാധിക്കുമോ? സാധിക്കില്ലല്ലോ. ഞാൻ അപ്പം എടുക്കുന്ന കാർഡ്സ് അല്ലേ. ഒരിക്കലും നമുക്കൊരു റീഡിങ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഞാൻ എൻ്റെ പുറകെ കുത്തിയിരിക്കേണ്ടി വരും. ഒരു കാർഡ് എടുത്ത് വീണ്ടും കട്ട് ചെയ്ത് അതിനെപ്പറ്റി എഴുതി, വീണ്ടും കട്ട് ചെയ്ത് അതിനെപ്പറ്റി വീണ്ടും എഴുതി, അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരിക്കലും ഒരു റീഡിങ് സ്ക്രിപ്റ്റ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന നിങ്ങൾക്ക് നല്ല കാർഡ്സ് മാത്രം കിട്ടണം, നല്ല ഭാവി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം, എൻ്റെ വ്യൂവേഴ്സ് ഒരിക്കലും സങ്കടപ്പെടരുത് എന്ന് വിചാരിച്ച് മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കാർഡ്സ് എടുക്കുന്നത്. ദൈവം സഹായിച്ച് കൂടുതലായും പോസിറ്റീവ് കാർഡ്സാണ് എനിക്ക് കിട്ടാറ്. നെഗറ്റീവ് കാർഡ്സ് കിട്ടിയാൽ അത് ഞാൻ തന്നെ വിഷമിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. നിങ്ങളെ വേദനിപ്പിക്കാത്ത രീതിയിൽ, നെഗറ്റീവ് ആണെങ്കിൽ പോലും നിങ്ങളെ വേദനിപ്പിക്കാത്ത രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് പേഴ്സണൽ റീഡിങ്ങിന് എൻ്റെ അടുത്ത് വരുന്നവർക്കും അറിയാം. ഒരു നെഗറ്റീവ് കാർഡ് വന്നാലും അത് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം. എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്നിട്ടുള്ളവർക്ക് അത് അറിയായിരിക്കും. ഓക്കെ, ദയവ് ചെയ്ത് എന്താ പറയുക, എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യരുത്. ഒരിക്കലും ഞാൻ സ്ക്രിപ്റ്റഡ് ആയിട്ടല്ല റീഡിങ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ വേറെ ഒരു ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കൈക്ക് എന്ത് പറ്റിയെന്ന്. ഈ നഖം അത് കാർഡ്സ് എടുക്കുമ്പോൾ അത് പ്രത്യേകമായിട്ട് വിരൽ കാണുന്നു. അതുകൊണ്ടാണ് ഒരുപാട് പേരുടെ നോട്ടീസിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ പേര് പേഴ്സണൽ മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പരിക്ക് പറ്റിയതാണ്. പരിക്ക് പറ്റിയപ്പോൾ ആ നഖം അത് ഇളകിപ്പോൾ അത് ഡാമേജ് ആയിപ്പോയി. അതങ്ങ് ഇളകിപ്പോയി. അത് കുറേ നാൾ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് ഒരു ആക്ച്വലി അതൊരു പ്രാണി കടിച്ചതാണ്. പ്രാണി കടിച്ചത്, അത് കുറച്ചൊരു വിഷം തട്ടിപ്പോയി അതിൽ. അപ്പം അത് വല്ല വിധേന അത് ഇളകിപ്പോയത്. കുറേ നാളായിട്ട് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അതെന്തായാലും ഇപ്പോൾ ശരിയായി വരുന്നുണ്ട്. താങ്ക്ഫുള്ളി വേറെ അപകടമൊന്നും ഇല്ല കേട്ടോ. അപ്പം കഴിയുന്നത് അത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ടും ആരൊക്കെയോ ശ്രദ്ധിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദി കേട്ടോ നിങ്ങളുടെ സ്നേഹത്തിന്. അപ്പോൾ കുറച്ച് വൃത്തികേടായിട്ട് തോന്നും, ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, പേര് മനസ്സിലേക്ക് കൊണ്ടുവരിക കേട്ടോ. ആ വ്യക്തിയോട് എൻ്റെ വ്യൂവേഴ്സ് ഇവരുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊന്ന് പറഞ്ഞു തരും. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. Empress, 8 of Wands, 9 of Cups, 4 of Swords കേട്ടോ. Sun, 2 of Swords, 3 of Swords. ഓക്കെ, 2 കാർഡ് വന്നേ. Lovers and Queen of Cups, Strength, Hanged Man, 10 of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് ഒരെണ്ണം മതി, Knight of Swords. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഞാൻ കാർഡ്സ് എടുത്തത്? ഞാൻ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണോ കാർഡ് എടുത്തത്? അല്ലല്ലോ, നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെയല്ലേ കാർഡ് എടുത്തത്.
ചില ദിവസം ക്യാമറയുടെ ആംഗിള് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പോഴത്തേക്ക് എനിക്ക് ചിലപ്പോൾ തൃപ്തിയാവില്ല. അപ്പോൾ തട്ടി വീഴാതിരിക്കാനാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എടുക്കുന്നത്. ക്യാമറ താഴെ വീണ് കഴിഞ്ഞാൽ പണിയാണ്, അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകും എന്ന് പറഞ്ഞാൽ അവരാദ്യം എന്ത് ചെയ്യും? അവർ പറയും നിങ്ങൾ അവരുടെ ലൈഫിലെ എംപ്രസ് ആണ്, അല്ലേ? അത് സ്ത്രീ ആയാലും പുരുഷനായാലും എനർജിയാണ് കൗണ്ട് ചെയ്യുക, കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല എന്ന് തന്നെ അവർ പറയും നിങ്ങളുടെ അടുത്ത്. നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും, എന്നെ വിട്ടു പോകുന്ന കാര്യം എങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കാൻ സാധിക്കും എന്നവർ പറയും. നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മ സ്ഥാനത്ത് അവർ നിങ്ങളെയാണ് കാണുന്നത്. അവിടെ മറ്റൊരാളെ കാണാൻ അവർക്ക് സാധിക്കില്ല. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഏറ്റവും വലിയ സപ്പോർട്ടാണ്. നിങ്ങളുടെ മുഖം അവരുടെ മനസ്സിൽ പതിഞ്ഞു പോയതാണ്. ആ മുഖം മായ്ച്ചു കളയാൻ അവർക്ക് സാധിക്കില്ല, ഒരിക്കലും നിങ്ങളെ വിടില്ല എന്ന് തന്നെ അവർ പറയും. നിങ്ങളെ അടുത്ത് സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, കാര്യങ്ങളെ സംസാരിച്ച് വീണ്ടും എത്ര പ്രാവശ്യം വേണമെങ്കിൽ വിളിക്കും, എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങളെ വന്ന് കാണും, നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ വിട്ടു പോകരുത്, നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ തീരെ ഇല്ലാതിരിക്കുന്നവർ പോലും ഒരു 100 പ്രാവശ്യം നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും, കേട്ടോ. നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ പറയും. അവർക്ക് ലൈഫിൽ വേറെ എന്ത് ഉണ്ടെങ്കിലും, എന്ത് സന്തോഷം, എന്ത് ബെനിഫിറ്റ്സ്, എന്തൊക്കെ അബണ്ടൻസ് ഉണ്ടെങ്കിലും നിങ്ങളില്ലെങ്കിൽ അതിലൊന്നും ഒരു അർത്ഥവുമില്ല. നമ്മുടെ ഒരു മെസ്സേജിൽ ഉണ്ടാവല്ലോ, ജീവിതത്തിൽ അർത്ഥമില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അർത്ഥമില്ല എന്നൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് നിങ്ങളെ വിട്ടു പോകാൻ സമ്മതിക്കില്ല എന്ന് തന്നെ അവർ പറയും. അവരുടെ ഉറക്കം നഷ്ടപ്പെടും, സ്ട്രെസ്സായിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരു സ്ഥിതിയാവും. നിങ്ങൾ പോവില്ല എന്ന് പറയും വരെ അവർ സ്ട്രെസ്ഡായി, ടെൻഷനായി, ഉറക്കമില്ലാതെ വല്ലാതെ വിഷമിക്കും എന്നും കാണുന്നു, കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിലെ വെളിച്ചമാണ്. നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർ ലൈഫിൽ സന്തോഷം എന്താണെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് തന്നെ അവർ തറപ്പിച്ച് പറയും, കേട്ടോ. ചിലർക്ക് വളരെ ചെറിയ ശതമാനം ആൾക്കാർ ക്രോസ് റോഡ് സിറ്റുവേഷനിൽ പെട്ട് പകച്ച് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്, കേട്ടോ. കാരണം ജനറൽ റീഡിംഗ് ആണ്, മിക്സ്ഡ് എനർജീസ് ആയിരിക്കും വരുന്നുണ്ടാവുക. കുറച്ച് പേര് ആ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ അപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പകച്ച് നിൽക്കുന്നതായിട്ടും കാണുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ ഹൃദയം തകർന്നു പോകും. കാരണം നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് സാധിക്കില്ല. ക്രോസ് റോഡ് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾ വിട്ടുപോകുന്ന കാര്യം അവർ സങ്കല്പിച്ചിട്ടില്ല, മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ സഡനായിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സഹിക്കാവുന്നതിലപ്പുറമുള്ള കാര്യമാണ്. കാരണം അവർക്ക് വിശ്വാസമാണ് നിങ്ങൾ വിട്ടു പോവില്ല. ഇവർ ക്രോസ് റോഡിൽ നിന്നാലും കമ്മിറ്റ്മെൻറ്റ് തരാതിരുന്നാലും നിങ്ങളുടെ ഒരു റെസ്പെക്റ്റ് പോലും കണക്കിലെടുക്കാതെ അവർക്ക് വേണ്ടി ഉറച്ചു നിൽക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് അവർക്ക്. പക്ഷെ അത് ഇല്ലാതാവുന്നു എന്ന് കാണുമ്പോഴേക്കും അവർക്ക് സിവിയർ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടി അവർക്ക് വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് അവർക്ക് കിട്ടും എന്നാണ് കാണുന്നത്. കാരണം അവർക്ക് നിങ്ങളോട് സ്നേഹമാണ്. അവിടെ ക്രോസ് റോഡായാലും എന്തായാലും എന്താ പറയുക, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും എന്ത് തന്നെ ആയാലും അവർക്ക് നിങ്ങളോട് അതിഭയങ്കരമായ സ്നേഹമാണ്. അപ്പം നിങ്ങൾ വിട്ടു പോവില്ല എന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം, മനസ്സിലായില്ലേ? അവിടെ പെട്ടെന്ന് നിങ്ങൾ പോകണമെന്നൊക്കെ പറയുമ്പോഴേക്കും ഇവരങ്ങ് ആടി ഒളിഞ്ഞു പോകും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളോട് അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. അവർ വന്ന് പറയും നമ്മളുടെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലേ, എന്നെ വിട്ടു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ന് അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. നിങ്ങളെ വിട്ട് കളയില്ല അവർ എന്ന് തന്നെ തറപ്പിച്ച് പറയുകയും ചെയ്യും, കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് അവരെ അതിഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് നിങ്ങൾ നേരിട്ടൊക്കെയാണ് ഇത് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ ദേഷ്യപ്പെടും, അതിഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാം, ഓവർവെൽംഡായിട്ട് പൊട്ടിക്കരയാം, ചീത്ത പറയാം, നിലവിളിക്കാം, അതിഭയങ്കരമായ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാം, ഒക്കെ കരയാം. അങ്ങനെ എല്ലാ രീതിയിലും ഹൈ ഇമോഷൻസ് ഇവർ പ്രകടിപ്പിക്കും എന്നും കാണുന്നു. എങ്ങനെ വിട്ടുപോകും, എന്നെ വിട്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ ഔട്ട് ബേസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വളരെ വികാരവിക്ഷോഭമായിട്ട് പെരുമാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചിലർ പറയും ക്ഷമയോടെ ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ, ഇത് ശരിയായ തീരുമാനമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നും അവർ പറയാൻ സാധ്യതയുണ്ട്. കേസ് ബൈ കേസ് എടുത്തോളുക, കേട്ടോ. ചിലർ ഔട്ട് ബേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവർ പറയും ശരിയായ തീരുമാനം തന്നെയാണോ ഈ എടുത്തിരിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ
നമുക്ക് പരസ്പരം വിട്ടു നിൽക്കാൻ സാധിക്കുമോ? നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, അങ്ങനെ വിട്ടു നിൽക്കാൻ സാധിക്കുമോ എന്ന് ആലോചിച്ച് പറയൂ എന്നുള്ള രീതിയിൽ അവർ പറയും. ഓക്കെ. ഹാങ്ഡ് മാൻ വന്നിട്ട് ചില സിറ്റുവേഷൻസിൽ പെട്ട് കിടക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്നൊരു തീരുമാനമെടുക്കാതെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അവർക്ക് എന്താണ് വേണ്ടത്, മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്നുള്ളത് അവർ തറപ്പിച്ച് പറയും. ഓക്കെ. ഒന്നുകിൽ പറയും ശരി മൂവ് ഓൺ ചെയ്ത് പോകാം എന്ന് പറയും, ആലോചിച്ചിട്ട് പറയും. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടും, നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. രണ്ട് തന്നെ ആയാലും ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ നിങ്ങളെ ഹാങ്ങിങ്ങിൽ നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ആ കാര്യത്തിൽ അവർ തരും. ഓക്കെ. ഒന്നുകിൽ നിങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കാം എന്ന് അവർ സമ്മതിക്കും, അല്ലെങ്കിൽ ശരി ആലോചിച്ച് ചെയ്യൂ എന്ന് നിങ്ങൾക്കൊരു ഓപ്ഷൻ അവർ തരും. ഓക്കെ. അങ്ങനെയാണ് കാണുന്നത്. എന്തായാലും അവർക്ക് ഒരു റിയലൈസേഷൻ കിട്ടും എന്നാണ് കാണുന്നത്. ക്ലാരിഫൈ 10 of swords. Clarify 10 of swords. Clarify 10 of swords. 2 of cups. നിങ്ങളുടെ അടുത്തേക്ക് ഒരു റീയൂണിയന് വേണ്ടി അവർ ഓടിയെത്തും എന്നാണ് കാണുന്നത്. ഞാനത് ഗോയിങ് അവേ ആണോ കമ്മിങ് ടുവേർഡ്സ് യു ആണോ എന്നറിയാനാണ് ക്ലാരിഫൈ ചെയ്തത് കേട്ടോ. കാരണം 10 of swords ആകുമ്പോൾ അങ്ങോട്ട് പോകുന്നതാവാം, ഇങ്ങോട്ട് വരുന്നതും ആവാം സന്ദർഭം അനുസരിച്ച്. ഓക്കെ. എനിക്ക് അപ്പുറം ഇപ്പുറമുള്ള 2 കാർഡ്സ്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവാണ്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്ത് നോക്കിയത്. നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും എന്നാണ് കാണുന്നത്. ഈവൻ ലോങ് ഡിസ്റ്റൻസിലുള്ള ആൾക്കാരാണെങ്കിലും ഒരു തീരുമാനമെടുക്കാതെ നിങ്ങളെ ഒരു സ്റ്റക്നെസ്സിൽ നിർത്തിയിരിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഓടിയെത്തും എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ പോകാൻ അവർ അനുവദിക്കില്ല. അവിടെ പരസ്പര സ്നേഹം തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്കായിട്ടൊരു സ്പീഡി ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് കാണുന്നത്. എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയൊന്നുമില്ല. അവർ നിങ്ങളെ തടയാൻ വേണ്ടി ഏത് ലെവലിൽ വേണമെങ്കിൽ പോകും എന്നാണ് കാണുന്നത് കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി തരും, കുറച്ച് കാർഡ്സ് കൂടി തരാം. നിങ്ങൾ കാണേ തന്നെ എടുക്കാം, ഇനി ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. Five of Pentacles, ശരി. King of Pentacles, Queen of Swords. 1-2 എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. Knight of Wands, Fool, 2 of Wands. Clarify 5 of Pentacles. Clarify 5 of Pentacles. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെയാണ് അവർ അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. Devil. Clarify Queen of Swords. Clarify Queen of Swords. Clarify Queen of Swords. Death. Clarify 2 of Wands. Clarify 2 of Wands. Clarify 2 of Wands. 7 of Pentacles. ഓക്കെ. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അവരുടെ പ്രശ്നമെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കും കേട്ടോ. കാരണം നിങ്ങളെ അവർക്ക് മറക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു അഡിക്ഷൻ പോലെയാണ്, അവർക്കൊരു ഒബ്സഷനാണ് അവർക്ക് നിങ്ങൾ. അപ്പോൾ അവർ നിങ്ങളെ അത് പരമാവധി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല. അവർക്ക് കുറച്ച് സമയം കൂടി കൊടുക്കൂ. ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും പുറത്ത് വരാൻ വേണ്ടിയിട്ട്, കടങ്ങൾ തീർക്കാനായിരിക്കാം, അല്ലെങ്കിൽ കരിയറിലൊന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ടായിരിക്കാം. കുറച്ച് സമയം കൂടി അവർക്ക് കൊടുക്കൂ എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ സാധിക്കും. കാരണം നിങ്ങൾ അവരുടെ ഒരു ഒബ്സഷനാണ്. നിങ്ങൾ വിട്ടു പോകാൻ ശ്രമിച്ചാലും അവർ ചേസ് ചെയ്ത് വരും. ഞാനങ്ങനെ പോകാൻ സമ്മതിക്കില്ല, നീ എവിടെ പോയാലും ഞാൻ നിന്നെ ചേസ് ചെയ്യും എന്നുള്ള രീതിയിൽ അവർ പറയും. അങ്ങനെ വിട്ടു പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് തന്നെ അവർ തറപ്പിച്ച് പറയും. നീ ലോകത്ത് എവിടെ പോയാലും ഞാൻ ഫോളോ ചെയ്ത് വരും എന്നവർ പറയും. കുറച്ച് സമയം തന്നേ പറ്റൂ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും പുറത്ത് വരാൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്ന് പറയും. ഓക്കെ. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം. അതായത് ഒന്നുകിൽ ഇവരുടെ ജോലിയിൽ ഇവർ വളരെ പ്രബലമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അറിയപ്പെടുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അതും അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലെ മൂത്ത മകനോ മകളോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അവിടെ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് ഉള്ളതായിട്ടും കാണുന്നു. ഓക്കെ.
അപ്പോൾ അവർ ഇതെല്ലാം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഈ സിറ്റുവേഷൻസ് സോൾവ് ചെയ്യാൻ എനിക്കല്പം സമയം തരൂ എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയും. നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇതെല്ലാം സീരിയസ് കാര്യങ്ങളാണ്, ഒറ്റ ദിവസത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, കുറച്ച് സമയം കൂടി തരൂ എന്നുള്ള രീതിയിൽ അവർ പറയും എന്നാണ് കാണുന്നത്. എന്തെങ്കിലും ഈഗോ ക്ലാഷസ് മൂലം ഇവർ നിങ്ങളെ വിട്ടു നിൽക്കുകയായിരുന്നെങ്കിൽ, ചെറിയ വഴക്കിൽ തുടങ്ങി അത് വലുതായി കലാശിച്ച് മിണ്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ നിങ്ങളെ ഇട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മൂവ് ഓൺ എന്നൊക്കെ ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പറന്നു വരും നിങ്ങളുടെ അടുത്തേക്ക്. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു സോറി ചോദിച്ച് ഈഗോ മാറ്റി വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വോൺസ് വെച്ച് നിങ്ങൾക്കായിട്ടൊരു സ്പീഡി ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് തന്നെ കാണുന്നു. ഓക്കെ, ഫുൾ വെച്ചിട്ട് അവർ എന്താ പറയാന്നറിയോ, തമാശ പറയല്ലേ എന്ന് പറയും. നിങ്ങൾ മൂവ് ഓൺ എന്ന് പറയുമ്പോൾ അവർ പറയും തമാശ പറയുവാണോ, അവർ നിങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കില്ല. അതാണ് ഒരു ചിലരുടെ കാര്യമാണ് ഈ പറയുന്നത്. അവർക്ക് അതൊരു തമാശയായിട്ടാണ് കാരണം അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് നിങ്ങൾക്ക് അവരെ വിട്ടു പോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവർ പറയും തമാശ പറയുവാണോ, തമാശ പറയാനുള്ള സമയം ഇതല്ല എന്ന് പറയും. നിങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കില്ല. നിങ്ങളത് എങ്ങനെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല. അവരതിന് തമാശയായിട്ടായിരിക്കും റിപ്ലൈ ചെയ്യുക, നോട്ട് സോ സീരിയസ്ലി. അതിനെ അത്ര വിലക്കെടുക്കാത്തതുപോലെ, നിങ്ങളുടെ ആ തീരുമാനത്തിന് വില കൊടുക്കാത്തതുപോലെ ഒരു റിയാക്ഷൻ ആയിരിക്കും ചിലരുടെ ഭാഗത്തു നിന്നും അവർക്ക് കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുക. എവിടെ പോകാൻ, എന്നെ വിട്ടു പോകാനോ നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുന്നവർ, മനസ്സിലായോ? അതുപോലെ ടു ഫോൺസ് ജോലി സംബന്ധമായിട്ടൊക്കെ ഇവർ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആയിരിക്കാം കേട്ടോ. അത് അവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ആ ലോങ് ഡിസ്റ്റൻസ് കാരണവും തിരക്കുകൾ കാരണവുമാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു സമയം തരാൻ കഴിയാത്തത്. നിങ്ങളോട് സ്നേഹമില്ലാത്ത കൊണ്ടല്ല, എനിക്ക് വേണ്ടി കുറച്ചുകൂടി വെയിറ്റ് ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയും. വിചാരിച്ച സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്നില്ല, കുറച്ച് സമയം കൂടി തരൂ. നിങ്ങളെ ഉപേക്ഷിച്ച് പോയതല്ല, പല റെസ്പോൺസിബിലിറ്റീസിൽ സ്റ്റക്കാണ്, എസ്പെഷ്യലി ജോബ് റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റീസിൽ ലോങ് ഡിസ്റ്റൻസിലുമാണ്. അവിടെ കുറച്ചുകൂടി സമയം തരൂ, കാര്യങ്ങളൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിൽ അവർ പറയും. ചിലർക്കെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം അങ്ങനെ എടുത്തെറിഞ്ഞിട്ട് വരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടി സമയം ഒന്ന് എനിക്ക് തന്നൂടെ എന്നുള്ള രീതിയിലും അവർ പറയുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. കുറച്ച് കാർഡ്സ്, ഒരു 3-4 കാർഡ്സ് കൂടി എടുക്കാം. ഓക്കെ, പേജ് ഓഫ് കപ്സ്, ജഡ്ജ്മെൻറ്റ്, 7 ഓഫ് സ്വാർഡ്സ് ആൻഡ് ഹെർമിറ്റ്. ഇവർ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോകുമെന്നും കാണുന്നു കേട്ടോ. ഭയങ്കര ഡിപ്രസ്ഡായിട്ട്, എന്താ പറയുക, കരച്ചിൽ, ഒറ്റപ്പെട്ടിരിക്കുക, ഈവൻ ഡോക്ടറെ കാണേണ്ടുന്ന സിറ്റുവേഷൻസിലേക്ക് ഇവർ പോകും. അത്രയ്ക്ക് ഡിപ്രഷനായിട്ട് നിങ്ങൾ വിട്ടു പോകുന്നവർ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് അവർ പോകും എന്നും കാണുന്നു. നിങ്ങളുടെ അടുത്ത് കഴിയുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർ ശ്രമിക്കും കേട്ടോ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും എല്ലാം ഇവർ ശ്രമിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കും, മാനിഫെസ്റ്റേഷൻസ് ചെയ്യും. നിങ്ങൾക്ക് അവരെ വിട്ടു പോകാൻ തോന്നിക്കരുതേ, തിരിച്ച് വരാൻ തോന്നിക്കണേ എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ അടുത്തും മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നവരുണ്ട്. 7 ഓഫ് സ്വാർഡ്സ്, അൺഫോർച്ചുനേറ്റ്ലി വളരെ ചെറിയ ശതമാനം ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ മിക്സ്ഡ് എനർജീസ് ആണ്. ഓക്കെ, വളരെ ചെറിയ ശതമാനം ആൾക്കാർ യാതൊരു ആക്ഷനും എടുക്കാതെ മിണ്ടാതിരിക്കും. നിങ്ങൾ മൂവ് ഓൺ എന്ന് പറഞ്ഞാലും അവരുടെ ഭാഗത്തു നിന്നും വളരെ ചെറിയ ശതമാനം ആൾക്കാരാണത് കേട്ടോ. എനിക്ക് ഒരേ ഒരു കാർഡേ അവിടെ നെഗറ്റീവായിട്ട് കിട്ടിയുള്ളൂ. പക്ഷെ ആ കൂട്ടർ അത് സത്യമാണ്, അത് കാണുന്ന പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. 7 ഓഫ് സ്വാർഡ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ടോട്ടൽ നെഗറ്റീവ് കാർഡാണ്. ഓക്കെ, അവിടെ അവർ യാതൊരു ആക്ഷനും എടുക്കാതെ മിണ്ടാതിരിക്കും എന്നും കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ജനറൽ റീഡിങ്ങിൽ മിക്സ്ഡ് എനർജീസ് ആയിരിക്കും കിട്ടുന്നത്. പേഴ്സണൽ റീഡിങ്ങിൽ മാത്രമേ ആ ഒരു മൂവിങ് ഓൺ സിറ്റുവേഷനൊക്കെ നമുക്ക് എക്സാക്റ്റായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓവറോൾ നമുക്ക് ഞാൻ പറയും ഒരു 97% ആൾക്കാരും എങ്ങനെയാണ് പോവരുത് എന്ന് പല രീതിയിൽ നിങ്ങളെ തടയാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് കണ്ടത്. അതിലൊരു 2-3% ആൾക്കാർ മിണ്ടാതിരിക്കും എന്നും കാണുന്നുണ്ട്. ഓക്കെ,
നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങൾക്ക് വീഡിയോ കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക. 1 ടൈം സബ്സ്ക്രിപ്ഷൻ ആണ് കേട്ടോ. എല്ലാ പ്രാവശ്യം കാണുമ്പോൾ ചെയ്യേണ്ട, ഒരൊറ്റ പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്തിട്ടേക്കാമെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. വേറെ എന്താണ്? പിന്നെ ഷോർട്സിൻ്റെ കാര്യത്തിൽ ഡേറ്റ് ഇടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതാത് ദിവസത്തിൻ്റെ ഡേറ്റ് വരും. ലോങ് വീഡിയോയുടെ താഴെയാണെങ്കിൽ അത് പബ്ലിഷ് ചെയ്ത ഡേറ്റ് ഓട്ടോമാറ്റിക്കലി കാണും. ഓക്കെ, ഷോർട്സിൽ പുതിയ ഷോർട്ടാണെങ്കിൽ അതിൻ്റെ മുകൾ വശത്ത് നോക്കിയാൽ ന്യൂ എന്നൊരു വാക്ക് കാണും. ന്യൂ കാണുന്നുണ്ടെങ്കിൽ അത് പുതിയതാണ് എന്ന് ഓർക്കുക. ഓക്കെ, ന്യൂ ഇല്ല, നിങ്ങൾ അത് ന്യൂ ഇല്ലാത്തതാണെങ്കിൽ നേരത്തെ നിങ്ങൾ കണ്ടതായിരിക്കാം. ഓക്കെ, അങ്ങനെയാണത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. എനിക്ക് ഡേറ്റ് ഇടാൻ സാധിക്കില്ല, കാരണം അത് ടൈംലെസ് റീഡിംഗ് ആണ്. മനസ്സിലായില്ലേ? നിങ്ങൾ എപ്പോൾ കാണുന്നോ അത് അന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള മെസ്സേജാണ് എന്നുള്ള രീതിയിൽ വേണം എടുക്കാൻ. മനസ്സിലായില്ലേ? ആ ഒരു കൺഫ്യൂഷൻ ചിലർ ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ റിപ്ലൈ. എനിക്ക് നിങ്ങളോട് അല്ലാതെ സംസാരിക്കാൻ ഓപ്ഷൻ ഇല്ലല്ലോ, അപ്പോൾ വീഡിയോയിൽ കൂടി മാത്രമേ നിങ്ങളുടെ അടുത്ത് ഇത് എനിക്ക് കൺവേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എന്ത് ചെയ്യണം? ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. വേറെ എന്താണ്? പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, ഡിവൈനായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക കേട്ടോ. May God bless you all. Bye.